യുദ്ധത്തിൽ അമേരിക്കയാണ് തോറ്റത്. പക്ഷെ തോറ്റെന്ന് സമ്മതിച്ചു തരില്ല അവർ. അമേരിക്കയുടെ നയം തന്നെ അതാണല്ലോ. മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് മേൽ ഇറാൻ ആഞ്ഞടിച്ചപ്പോൾ ഉണ്ടായ ക്ഷതം മറക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന തിരക്കിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള സമാധാനത്തിന്റെ കാവൽക്കാരാണെന്ന് സ്വയം ചമയുമ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിൽ അശാന്തിയുടെ വിത്തുകൾ പാകുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇറാൻ സംഘർഷത്തിലൂടെ വീണ്ടും നമുക്ക് മുന്നിൽ വെളിപ്പെട്ടത്. സമാധാന ചർച്ചകളും വെടിനിർത്തൽ കരാറുകളും കേവലം പുകമറയാക്കി മാറ്റി തങ്ങളുടെ യുദ്ധക്കൊതിയും ആധിപത്യ മോഹങ്ങളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു ഭരണകൂടത്തെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 ദിവസത്തെ ക്രൂരമായ അധിനിവേശത്തിന് ശേഷവും ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അമേരിക്ക സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞത്. ഇത് പകൽ പോലെ വ്യക്തവുമാണ്. അതായത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ഭീഷണികൾ മുഴക്കുകയും സൈനിക വിന്യാസം തുടരുകയും ചെയ്യുന്നതിലൂടെ ലോകക്രമത്തെ ആകെ അസ്ഥിരപ്പെടുത്താനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിന് മുന്നിൽ നേരിട്ട സൈനികവും നയതന്ത്രപരവുമായ പരാജയത്തെ മറച്ചുപിടിക്കാൻ പുതിയ ജൽപ്പനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ സാമ്പത്തിക താല്പര്യങ്ങളും ആഗോള ഇന്ധന വിപണിയിലെ ആധിപത്യവും നിലനിർത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സമാധാന ജീവിതം അമേരിക്ക പണയപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്വാർത്ഥതയ്ക്കായി ലോകത്തെ മുഴുവനും യുദ്ധത്തിന്റെ മുനമ്പിൽ നിർത്തുന്ന അമേരിക്കയുടെ ഈ നയം ആധുനിക മനുഷ്യരാശിയോടുള്ള വെല്ലുവിളിയാണ് എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇറാന്റെ മണ്ണിൽ തോൽവി സമ്മതിക്കാൻ മടിക്കുന്ന ഈ അഹന്ത വരും ദിവസങ്ങളിൽ ലോകത്തെ കൂടുതൽ വലിയ അപകടങ്ങളിലേക്ക് തന്നെയാണ് നയിക്കാൻ പോകുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ല, ശമനം മാത്രമാണ് സംഭവിച്ചത്. മധ്യേഷ്യയിലെ സംഘർഷഭരിതമായ ഈ സാഹചര്യം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. 40 ദിവസത്തോളം നീണ്ടുനിന്ന ക്രൂരമായ സൈനിക ആക്രമണങ്ങൾക്കൊടുവിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ പോലും തികച്ചും ദുർബലമാണ് എന്ന് തെളിയിക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ. ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം മുഴക്കിയ ഭീഷണികൾ സമാധാനത്തിനായി ലോകം കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും യുദ്ധത്തിന്റെ കാഹളം മുഴക്കുന്നത് തന്നെയാണ്. പക്ഷേ യുദ്ധം അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് സംശയവുമാണ്. എന്നാൽ സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ ഈ യുദ്ധം അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാർത്ഥതയുടെ മാത്രം പ്രതിഫലനമാണെന്ന കാര്യവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. കാരണം യുദ്ധം തുടങ്ങി വെച്ചത് ഇറാൻ അല്ല. ഇസ്രായേലുമായി കൈകോർത്ത് ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ ലോകക്രമത്തെ താളം തെറ്റിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കുകയും ചെയ്ത കാര്യമാണ് അല്ലെ. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ലെബനിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലകളും അതിനെ തുടർന്ന് അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായ മിസൈൽ ആക്രമണങ്ങളും മേഖല എത്രത്തോളം സ്ഫോടനാത്മകമാണെന്ന് കാണിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരം ഗുരുതരമായ സാഹചര്യങ്ങളിലും വെടിനിർത്തൽ ലംഘിക്കുമെന്നും സൈനിക നടപടി തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നത് കേവലം അധികാര ഗർവ് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ലോകരാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലേക്കും അസ്ഥിരതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയുടെ ആയുധ വിപണിയും രാഷ്ട്രീയ അധീശത്വവും നിലനിർത്താനാണ് ഈ യുദ്ധത്തെ അവർ ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഈ യുദ്ധക്കൊതിക്കെതിരെ ആഭ്യന്തരമായി പോലും വലിയ എതിർപ്പുകൾ ഇന്ന് ഉയർന്നിട്ടുണ്ട്. അതായത് രാജ്യത്തുള്ള സൈനികർ വരെ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു. സ്വന്തം സൈനികരെ അന്യരാജ്യത്തെ മണ്ണിൽ ബലി കൊടുക്കുന്നതിനോട് അമേരിക്കൻ ജനതയ്ക്കും അതുപോലെ തന്നെ അവിടുത്തെ സൈനികർക്കും വിയോജിപ്പുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ യുദ്ധം വേണ്ടെന്ന നിലപാടാണ് ഭൂരിഭാഗം പേരുമുള്ളത്. എന്നാൽ ഇതിനെയൊക്കെ മറച്ചു പിടിച്ച് നുണപ്രചാരണങ്ങളുടെ യുദ്ധം തുടരാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത്. ഇറാൻ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന ആരോപണം വെറും പുകമറ മാത്രമാണ്. അന്താരാഷ്ട്ര തലത്തിൽ വന്ന സമ്മർദ്ദവും സാമ്പത്തിക തിരിച്ചടികളും തന്നെയാണ് ട്രംപിനെ ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തലിന് പ്രേരിപ്പിച്ച ഘടകം. എന്നിട്ടും അവർ പറയുന്നു അവർ ജയിച്ചു എന്നും ഇറാനെ പൂർണ്ണമായി തകർത്തു എന്നും. പക്ഷേ സൈന്യത്തെ ഇറാന് ചുറ്റും നിലനിർത്തുമെന്നും ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നുമുള്ള പ്രസ്താവനകൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകൾ ആധുനിക ലോകത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. ഒരു വശത്ത് സമാധാന ചർച്ചകളിൽ ഭാഗമാകുകയും മറുവശത്ത് ഭീഷണികൾ മുഴക്കുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നതും സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നതുമായ ഈ നീക്കങ്ങൾ അവസാനിപ്പിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തെക്കാൾ ഉപരിയായി തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് വാഷിംഗ്ടണിനെ ഇപ്പോൾ നയിക്കുന്ന പ്രധാനപ്പെട്ട വികാരം. ലോകം ഒന്നടങ്കം സമാധാനത്തിനായി ദാഹിക്കുമ്പോൾ അധികാരത്തിന്റെ ചതുരംഗ പലകയിലെ കരുനീക്കങ്ങൾക്കായി ഒരു ജനതയെ മുഴുവൻ കുരുതി കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്.
ഈ യുദ്ധവും അതിനെ ചുറ്റിയുള്ള ഭീഷണികളും അമേരിക്കയുടെ രാഷ്ട്രീയ സ്വാർത്ഥതയുടെ മറ്റൊരു അധ്യായം മാത്രമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. എന്തായാലും അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഹോർമുസ് കടലിടുക്കാണ് എന്ന കാര്യങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് മേലുള്ള ആധിപത്യം സ്ഥാപിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കമല്ല, മറിച്ചോ ആഗോള ഊർജ്ജ വിപണിയുടെ കടിഞ്ഞാൻ കൈക്കലാക്കാനുള്ള അവരുടെ കൃത്യമായിട്ടുള്ള ശ്രമം കൂടിയാണ്. അതിനുള്ള തിരക്കഥയാണ് അവർ രചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പെട്രോളിയം കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ ജലപാതയുടെ നിയന്ത്രണം കൈവശമാക്കിയാൽ അത് ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാനും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ഭീഷണിയിലാക്കാനും അമേരിക്കയ്ക്ക് സഹായമാക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നീക്കം അമേരിക്ക നടത്തുന്നത്. ട്രംപിന്റെ ഭീഷണികൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യവും ഈ ഭൗമരാഷ്ട്രീയ അതീശത്വം തന്നെയാണ്. എന്നാൽ തന്റെ അതിർത്തിക്കുള്ളിലെ ഈ തന്ത്രപ്രധാന മേഖലയിൽ ഒരു വിദേശ ശക്തിയെയും കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ് എന്നും അവിടെ അമേരിക്കൻ സാന്നിധ്യം വർദ്ധിക്കുന്നത് മേഖലയിലെ സമാധാനം കൂടുതൽ തകർക്കുമെന്നും ഇറാൻ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കാനുള്ള സാധ്യത തള്ളിക്കളയുക തന്നെ വേണം. ഇറാൻ ഒരിക്കലും US ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന ട്രംപിന്റെ വാദം യഥാർത്ഥത്തിൽ ഹോർമുസ് പോലെയുള്ള മേഖലയിലെ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കാത്തതിന്റെ നിരാശയിൽ നിന്ന് വരുന്ന വാക്കുകളാണ് എന്നത് ആർക്കാണ് മനസ്സിലാവാത്തത്? സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ പ്രതിരോധം അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വലിയ തടസ്സം തന്നെയാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ജലപാതകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് വഴിമാറുക. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ അമേരിക്കയുടെ വാശിയും ഇറാന്റെ ചെറുത്തുനിൽപ്പും വരും ദിവസങ്ങളിൽ മധ്യേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കാനേ ഉപകരിക്കൂ എന്ന കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത സൈനിക നീക്കങ്ങൾക്കും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കും മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമെന്ന് കരുതിയ ലോക ശക്തികൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ആ രാജ്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഇറാൻ പെട്ടെന്ന് പരാജയപ്പെടുമെന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കരുതിയത്. അത്യാധുനിക ആയുധങ്ങളോ സാമ്പത്തിക കരുത്തോ അളവുകോലാക്കിയാൽ അമേരിക്ക മുന്നിലായിരിക്കാം. എന്നാൽ ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെയും അവരുടെ രാജ്യസ്നേഹത്തെയും തോൽപ്പിക്കാൻ അത്തരം ഭൗതിക സാഹചര്യങ്ങൾ മാത്രം പോരാ എന്ന യാഥാർത്ഥ്യമാണ് ഇറാൻ ഇതിനോടകം തെളിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു എന്നത് സത്യം തന്നെയാണ്. അവർക്ക് പലതും നഷ്ടമായിട്ടുണ്ട്. അവരുടെ നഗരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടു, നിരവധി ജീവനുകൾ പൊലിഞ്ഞു, അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. എന്നാൽ ഈ തകർച്ചകൾക്കിടയിലും തങ്ങളുടെ ആത്മവീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് ഇറാന്റെ ഓരോ സൈനികരും ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവരൊരിക്കലും അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളോട് മുട്ടുമടക്കാൻ തയ്യാറായിട്ടില്ല. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കാൻ തയ്യാറാകാത്ത ഇറാന്റെ പടയാളികൾ ഓരോ തിരിച്ചടിയിലും കൂടുതൽ കരുത്താർജിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും മേഖലയിൽ എണ്ണ വ്യാപാരത്തിന് മേൽ ഏകപക്ഷീയമായ അധികാരം സ്ഥാപിക്കാനും അമേരിക്ക നടത്തുന്ന ഗൂഢനീക്കങ്ങളെ ഇറാൻ പ്രതിരോധിക്കുന്നത് തികഞ്ഞ തന്ത്രജ്ഞതയോടെ തന്നെയാണ്. തങ്ങളുടെ കൈവശമുള്ള മിസൈൽ സാങ്കേതിക വിദ്യയും പ്രാദേശികമായ സ്വാധീനവും ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് അപ്രതീക്ഷിതമായ പ്രഹരങ്ങൾ നൽകാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഈ തിരിച്ചടികൾ അമേരിക്കൻ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു കാര്യവുമാണ്. അതുകൊണ്ടാണ് യുദ്ധമുഖത്ത് വിജയം അനിശ്ചിതത്തിലായ സമയത്ത് സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് വെടിനിർത്തൽ കരാറിനായി അവർക്ക് മുൻകൈ എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. എന്തായാലും ഇറാൻ ഇവിടെ തോറ്റിട്ടില്ല എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത്. സത്യത്തിൽ ട്രംപ് ഇപ്പോൾ നടത്തുന്ന ഭീഷണികൾ അദ്ദേഹത്തിന്റെ പരാജയ ഭീതിയിൽ നിന്ന് ഉളവാകുന്നതാണ് എന്നത് ആ രാജ്യത്തും എല്ലാ രാജ്യത്തിനും അറിയാമെന്നതാണ് പറയാനുള്ളത്. അതായത് യുദ്ധം നീണ്ടുപോകും തോറും സ്വന്തം രാജ്യത്ത് നേരിടുന്ന രാഷ്ട്രീയ തിരിച്ചടികളും സൈനികരുടെ ഇടയിലുള്ള പ്രതിഷേധവും മറികടക്കാൻ അദ്ദേഹം നുണകളുടെ ഒരു വലിയ കോട്ട തന്നെ ഇപ്പോൾ കെട്ടിപ്പോക്കുന്ന തിരക്കിലാണ്. ഇറാൻ ദുർബലമാണ് എന്നും അവർക്ക് അമേരിക്കയുടെ നിബന്ധനകൾക്ക് വഴങ്ങണമെന്നും പറയുന്നതിലൂടെ തന്റെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യുദ്ധകളത്തിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ സൈനികർക്ക് പോലും മടുപ്പ് തോന്നി തുടങ്ങിയ ഈ പോരാട്ടത്തിൽ ഇറാന്റെ പോരാളികൾ തങ്ങളുടെ മണ്ണും അഭിമാനവും സംരക്ഷിക്കാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി എത്ര നാൾ യുദ്ധം കടന്നു പോയാലും അവർ കാൽ കീഴിൽ വീഴില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. എന്തായാലും ലോകരാഷ്ട്രങ്ങളുടെ താളം തെറ്റിക്കുന്ന തരത്തിൽ അമേരിക്ക നടത്തുന്ന ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒറ്റപ്പെടലിന് അവർക്ക് കാരണമൊരുക്കിയിട്ടുണ്ട്. സമാധാനത്തിന്റെ മധ്യസ്ഥനായി പാകിസ്ഥാൻ വന്നതും ചർച്ചകൾക്ക് വഴി തുറന്നതും അമേരിക്കയുടെ പിടിവാശികൾക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. എങ്കിലും സൈന്യത്തെ പിൻവലിക്കാതെ ഭീഷണി തുടരുന്നത് ഹോർമുസ് മേഖലയിലെ ആധിപത്യം എന്ന ലക്ഷ്യം അമേരിക്ക ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ്. എന്നാൽ ഏത് വലിയ ശക്തിയെയും നേരിടാനുള്ള ചങ്കൂറ്റം തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. മധ്യേഷ്യയുടെ മണ്ണിൽ അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ
ഇറാന്റെ ഈ തോൽക്കാൻ തയ്യാറാകാത്ത പോരാട്ട വീര്യം മാത്രം മതിയാകും. പണവും പടക്കോപ്പുകളും കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവിനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന വലിയ പാഠമാണ് ഈ യുദ്ധത്തിലൂടെ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ എത്ര നന്നായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.